ഈ ക്രിസ്മസ് ദിനത്തിൽ സൂര്യയുടെ ആരാധകർക്ക് ലഭിച്ച ഒരു ക്രിസ്മസ് സമ്മാനമായിരുന്നു സൂര്യയുടെ പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസർ. ഈ ടീസറിലെ സൂര്യയുടെ ലുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുണ്ട്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിലെ നായിക. ഒരു ഡാർക്ക് ഭൂതകാലമാണ് സൂര്യയുടെ കഥാപാത്രത്തിനുള്ളത് എന്നാണ് ടീസറിൽ നിന്ന് മനസ്സിലാകുന്നത്. സൂര്യയുടെയും പൂജയുടെയും പ്രണയം തുളുമ്പുന്ന ഒരു സീനോടുകൂടിയാണ് ടീസർ ആരംഭിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ ഗുണ്ടാ പ്രവർത്തനവും അവസാനിപ്പിച്ച് ഇനി ജീവിതത്തിൽ പരിശുദ്ധ പ്രണയം മാത്രമേ ഉള്ളൂ എന്ന് പൂജയ്ക്ക് വാക്കുകൊടുക്കുകയാണ് സൂര്യ. ഇനി കല്യാണം കഴിക്കാമോ എന്ന് സൂര്യ ചോദിക്കുന്നു. പൂജ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. സൂര്യയുടെ പിതാവായി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മലയാളത്തിൻ്റെ ജോജു ജോർജാണ്. അച്ഛൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ സൂര്യയുടെ കഥാപാത്രം ഗുണ്ടായിസം കാണിച്ച് നടന്നിരുന്നത്. ഇപ്പോൾ പരിശുദ്ധ പ്രണയത്തിൻ്റെ പാതയിലാണ് സൂര്യ. പിന്നീട് കാണുന്നത് വില്ലന്മാരുടെ ഒരു നീണ്ട നിരയാണ്. ഒടുവിൽ സൂര്യയുടെ മാസ് സീനുകളോടുകൂടിയാണ് ടീസർ അവസാനിക്കുന്നത്. ജയറാം, നാസർ, പ്രകാശ് രാജ് എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. നടി ശ്രേയ കൃഷ്ണയും ഒരു പാട്ട് സീനിൽ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സൂര്യയുടെ 44ാമത്തെ ചിത്രമാണിത്. കങ്കുവയുടെ പരാജയത്തിൽ നിന്ന് ഒരു ആശ്വാസമാണ് റെട്രോ എന്ന പുതിയ സിനിമ. ടീസർ കണ്ടിട്ട് ഇതൊരു ആക്ഷന് പ്രാധാന്യമുള്ള ഒരു പ്രതികാര കഥയായാണ് തോന്നുന്നത്. സൂര്യയുടെ ഒരു ഗാങ്സ്റ്റർ സിനിമ തന്നെയാവും റെട്രോ. അതേസമയം പ്രണയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കാർത്തിക് സുബ്രാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ളത് സൂര്യ ആരാധകർക്ക് ആവേശം പകരുന്ന കാര്യമാണ്. കാർത്തിക് സുബ്രാജിൻ്റെ പേട്ടയും ചിക്കർത്തൻ്റെയുമൊക്കെ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച ചിത്രങ്ങളാണ്. പ്രണയം, ചിരി, യുദ്ധം ഇതാണ് ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ. 2025 സമ്മറിലായിരിക്കും ചിത്രത്തിൻ്റെ റിലീസ്. ജ്യോതികയും സൂര്യയും കാർത്തിക് സുബ്രാജും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. കാർത്തിക് സുബ്രാജിൻ്റെ ചിത്രമായി അതിനാൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. സൂര്യ ആരാധകർക്ക് ആഘോഷിക്കാൻ വണ്ണം ഒരു വമ്പൻ ചിത്രമായി മാറട്ടെ ഈ സിനിമ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കമൻ്റായി രേഖപ്പെടുത്തുക.